എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ന്യൂ ഇയറിന് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 12 ഈന്തപ്പഴവും കിസ്മിസും കുറച്ച് ഉണക്കമുന്തിരി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് പീസാക്കി ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കാം. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് നീരിൽ കിടന്ന് നന്നായി സോഫ്റ്റായിട്ട് വരും. എല്ലാം ഓറഞ്ച് ജ്യൂസിൽ ഇട്ട് വെച്ചു, അവിടെ ഇരിക്കട്ടെ. 3 ദിവസം കഴിഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഒരു 3 ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത് കിട്ടി. 1 കപ്പ് ക്യാരറ്റ് ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കണം. 1 കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം ചുക്ക്, 1 കഷ്ണം തക്കോല. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി ഒരു 20 ബദാമും നട്ട്സും ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. 250 ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ചെടുക്കണം. ചൂടാറട്ടെ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 1 പ്രാവശ്യം അരിച്ചു വെച്ചിരുന്ന ആശീർവാദ ആട്ടയാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊന്ന് കുറേശ്ശെ ചേർത്ത് അരിച്ചെടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ അമൂല്യ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, കൂടെ സ്പൈസസ് പൊടിച്ചതും കൂടെ ചേർത്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് വെച്ചു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കേക്ക് ടിന്ന് റെഡിയാക്കി വയ്ക്കാം. കേക്ക് ടിന്നിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. സാധാ വൈറ്റ് പേപ്പറിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടി റെഡിയാക്കി വെച്ചു. ഇനി 2 മുട്ടയൊന്ന് അടിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ അതെല്ലാം വെളിയിലെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറായിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ പാത്രങ്ങളും കഴുകി ഉണങ്ങിയതായിരിക്കണം. മുട്ട അടിച്ചെടുത്തു. അതിൻ്റെ കൂടെ ഗോതമ്പൊടി അളന്ന അതേ കപ്പിന് തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് അടിച്ചെടുക്കുന്നത്. കൂടെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഹണി, 1 നാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. അടിച്ചെടുത്തു. ഇനി അതിലേക്ക് മെൽറ്റ് ചെയ്ത് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് അടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി ശർക്കര കൂടി ചേർത്ത് അടിച്ച് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും ചേർത്ത് കഴിഞ്ഞു. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ബാറ്ററിലിടുമ്പോൾ എല്ലാം കൂടെ താഴേക്ക് പോകും. അതുകൊണ്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് വയ്ക്കുന്നത്. നട്ട്സും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെ സ്കിന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു സൈഡിലേക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇങ്ങോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം.
ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. പകുതി മാറ്റി വയ്ക്കുന്നുണ്ട്, ഡെക്കറേഷന് വേണ്ടിയിട്ട് പകുതി മാറ്റി വെച്ചു. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഈ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി, വെന്ത് പൊന്തി വരാനുള്ളതാണ്. രണ്ട് ടിന്നിലും ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഓവനിലും ഒരെണ്ണം സ്റ്റൗവിലുമാണ് വെക്കുന്നത്. രണ്ടും പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സും ഒക്കെ വെച്ച് കൊടുക്കാം. എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇനിമേഷൻ കിട്ടുന്നതായിരിക്കും. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് അരമണിക്കൂർ മീഡിയത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ കേക്ക് റെഡിയാവും. അതുപോലെ തന്നെ സ്റ്റൗവിലും പ്രീഹീറ്റ് ചെയ്ത പഴയ ഒരു പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഡയറക്റ്റ് ചൂട് തട്ടാതിരിക്കുന്നതിന് വേണ്ടി ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു പേപ്പറും കൂടെ വെച്ച് കൊടുക്കണം. അരമണിക്കൂറായി, കേക്ക് റെഡിയായി. കുത്തി നോക്കാം, ടൂത്ത് പിക്കിലൊന്നും പിടിച്ചിട്ടില്ല. സ്റ്റൗവിലിരുന്നപ്പോൾ 1 മണിക്കൂറായി. ഇതൊന്ന് എന്തോ എന്ന് നോക്കാം. ടൂത്ത് പിക്കിലൊന്നും പിടിച്ചിട്ടില്ല. സ്റ്റൗ ഓഫ് ചെയ്യാം. 2 കേക്കും റെഡി ആയിട്ടുണ്ട്. കേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പേപ്പറെല്ലാം എടുത്ത് മാറ്റാം. കണ്ടോ, കേക്ക് ടിൻ അടിയിൽ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. രണ്ടും കേക്ക് ടിന്നിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി 2 കേക്കും പേപ്പറൊക്കെ മാറ്റി കട്ട് ചെയ്യാം. ഇത് ഓവനിലിരുന്നതാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, രണ്ടാമത്തെ കേക്ക് ടിന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് സ്റ്റൗവിൽ ഇരുന്നതാണ്. പേപ്പറൊക്കെ മാറ്റിയെടുത്തു. 2 സൈഡും നന്നായി വന്നിട്ടുണ്ട്. നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ക്യാരറ്റ് ഡേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഹണി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം 2 കേക്കിൻ്റെയും മുകളിലും സൈഡിലും ഒക്കെ. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. കേക്കിന് നല്ല ഗ്ലേസിങ് കിട്ടും. ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാം. ഗസ്റ്റിന് കൊടുക്കാം, അവരെ ടേസ്റ്റ് പറയും. പത്മ കേക്ക് കഴിക്കുക, നല്ല കേക്കാ. അവിടെ ഇരി. ഈ ന്യൂ ഇയറിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ.